ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു വലിയ ബീട്രൂട്ട് അല്ലെങ്കിൽ 1.5 ചെറിയ ബീട്രൂട്ട് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചത്, കപ്പ് തൈര്, നമ്മൾ നാളികേരം എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ്. അത് ഇപ്പം ഞാൻ ഐക്കേലത്തെ അളവ് ഗ്ലാസ്സായിട്ട് ഉപയോഗിക്കുന്നത് 225 ml-ൻ്റെയാണ്. അപ്പം അതിൽ 1 ഗ്ലാസ്സാണ് എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏത് കപ്പാണോ അതിനനുസരിച്ചുള്ള അളവിൽ എടുക്കുക കേട്ടോ. 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, വളരെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് അതിൽ എണ്ണത്തിൽ മാറ്റം വരും, 2 കറിവേപ്പിലയുടെ ഇല, ആവശ്യത്തിന് ഉപ്പ്. ബീട്രൂട്ട് വെവാൻ മാത്രം ആവശ്യമുള്ള വെള്ളം മതി, അതായത് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീട്രൂട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ, പച്ചക്കറി കടയിൽ നിന്ന് പോയി വാങ്ങിക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ നഖം കൊണ്ടുവന്ന് എടുത്ത് നോക്കണം. അപ്പം നല്ല ഷെയ്ഡായിട്ടുള്ള നല്ല ഡാർക്ക് കളറായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. ചില ബീട്രൂട്ടൊക്കെ നമുക്ക് കാണാം ഒരു എന്താ പറയുക, ഒരു വൈറ്റിഷ് കളർ ഉണ്ടാവും. ഇത്ര പോലത്തെ കളറില്ലാണ്ട് ഒരു വൈറ്റും പിങ്കും കലർന്ന കളർ ഉണ്ടായിരിക്കും. അത് നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞാൽ, ബീട്രൂട്ട് പച്ചടി എന്നല്ല ഏത് കറി ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിനൊരു ഇച്ചിരി സ്വീറ്റ് ആയിട്ടുണ്ടാവും ഇത്. അതേപോലെ തന്നെ നല്ല കളർ കിട്ടും. അപ്പോൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ കളർ കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കിയതിൻ്റെ അതിലൊരു രസം പോയി. അപ്പോൾ ഇങ്ങനെ തൊലി പൊളിച്ച് നോക്കുമ്പോൾ ഇതേപോലെ നല്ല ഡാർക്കായിട്ട് ഉള്ള ഷെയ്ഡ് നമുക്കുണ്ടെങ്കിൽ മാത്രം ആ ബീട്രൂട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ എപ്പോഴും കടയിൽ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലെ ബീട്രൂട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ നഖം കൊണ്ട് ഇങ്ങനെ എടുത്ത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ വാങ്ങിക്കുക. നമ്മൾ വെണ്ടയ്ക്ക് നമ്മൾ ഒടിച്ച് നോക്കില്ലേ, അതുപോലെ തന്നെ ബീട്രൂട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിന് ശേഷം മാത്രം ആ ബീട്രൂട്ട് മാത്രം നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയാൽ മാത്രമേ നല്ല കളറും ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കൊരു മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കുക, അതിലോട്ട് അരക്കേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. നാളികേരം ഇട്ട് കൊടുക്കുക, പച്ചമുളക്, 2 കറിവേപ്പില, 1 കഷ്ണം ചെറിയ ഇഞ്ചി, കടുക്, ജീരകം. അതിൽ അല്പം മാത്രം വെള്ളം ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അരയിലും നന്നായി അരയൂല, പുറത്തേക്ക് വെള്ളം തെറിക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും വെള്ളം കുറച്ച് അരച്ചതിന് ശേഷം മാത്രം വേണമെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് ഒരുപാട് വെള്ളം ആദ്യം ഒരിക്കലും ഒഴിച്ച് അരയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായി നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ നാളികേരവും ജീരകവും കടുവും എല്ലാം കൂടി നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബീട്രൂട്ട് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിൽ കാണിക്കുന്നുള്ളൂ. ഒരു വലിയ ബീട്രൂട്ട് ആഡ് ചെയ്യുക. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വേവാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ബീട്രൂട്ടിൽ തന്നെ നല്ല വെള്ളമുണ്ട്. അപ്പം നമുക്ക് ഇത് അടി പിടിക്കാതിരിക്കാനുള്ള വെള്ളം മാത്രം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് വേവിക്കുക. ബീട്രൂട്ട് നല്ല വേവുണ്ട്. അപ്പോൾ ഒരു മീഡിയം തീയിൽ കിടന്നിട്ട് ഒരു 3-4 വിസിൽ. അതിനുശേഷം പ്രഷർ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതാ അപ്പം നമ്മുടെ ബീട്രൂട്ട് നന്നായി വെന്തിട്ടുണ്ട്. ഒരു 4 വിസിൽ വെച്ച് അതിൻ്റെ പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇത് ഇനി ഒരു ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരുപാട് ഫൈനായിട്ട് അരിയാൻ പാടില്ല, അതേസമയം ഒന്ന് കോഴ്സായിട്ട് അരിയുന്ന പോലെ. അപ്പോൾ ചെറിയ ചെറിയ തരി വേണം, അതേസമയം ഒരുപാട് വലിയ വലിയ കഷ്ണങ്ങളും പാടില്ല. അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അപ്പം ഞാനത് അരച്ചിട്ട് ഞാനിത് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ അരയണം, അല്ലാണ്ട് ഒരുപാട് ഫൈൻ പേസ്റ്റ് ആവാൻ പാടില്ല. അപ്പം നമ്മൾ അതിൽ ടേസ്റ്റ് കുറയും. അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൈരിലത്തെ കട്ട ഒന്ന് ഉടയ്ക്കുക. ചെറിയ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. അല്ലാണ്ട് ഒരുപാട് മോരാക്കാൻ പാടില്ല. തൈര് തന്നെ ആയിട്ട് ഇരിക്കണം. അതിൻ്റെ വിഷയത്തെ കട്ട ഒന്ന് പോകണമെന്ന് മാത്രം. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിലങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ വെള്ളം കുറവാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വെള്ളം മാത്രം ഇട്ടിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റ് ഷെയ്ഡ് വരണം. അത് മാത്രമേ നമ്മളെ കറി നമ്മൾ വിചാരിച്ചത്ര നന്നാവുള്ളൂ. ആദ്യം നമ്മൾ കാഴ്ചയിലാണല്ലോ ഏറ്റവും നന്നായിരിക്കേണ്ടത് കറി പ്രസൻറ്റ് ചെയ്യുമ്പോഴും.
അപ്പോൾ ഒരു ഇലയിൽ ഇടുമ്പോൾ തന്നെ ഈ ഒരു കളറാണ് പ്രത്യേകിച്ചും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആവിക്കുട്ടന് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണത് ബീട്രൂട്ട് പച്ചടി. ബീട്രൂട്ടിൻ്റെ എല്ലാ കറിയും ഇഷ്ടമാണ്, എന്നാലും ബീട്രൂട്ട് പച്ചടിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ് അവന്. പിന്നെ നമ്മളെപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുള്ളൂ, എപ്പോഴും സദ്യയിൽ തന്നെ മെയിൻലി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാറ്. അപ്പോൾ ഒരു ബീട്രൂട്ട് തന്നെ മതിയാവും സദ്യയുടെ, അതായത് ഒരു 5-6 പേരുടെ സദ്യ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ബീട്രൂട്ട് എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. ഇനി ഇത് ഒന്ന് തിളക്കട്ടെ. അതേപോലെ തന്നെ തൈര് നല്ല പുളിയുള്ള തൈരായിരിക്കും ഇതിന് കൂടുതൽ നന്നായി ഉണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുളകിൻ്റെ അളവ് പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തുക. പിന്നെ നാളികേരം അതുപോലെ തന്നെ, നാളികേരം ചിലർക്ക് അധികം ഇഷ്ടമില്ലെങ്കിൽ ഇത്ര നാളികേരം ചേർക്കണ്ട. അപ്പം ഞാനൊരു കപ്പ് നാളികേരത്തിന് ഒരു അര കപ്പ് നാളികേരം ചേർത്താലും മതി. അപ്പം ഞാൻ വിഷുവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പ്രധാന ഘടകമാണല്ലോ നമ്മുടെ സദ്യയുടെ പച്ചടി. പൈനാപ്പിൾ പച്ചടി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കുക എല്ലാവരും. പിന്നെ സാമ്പാറും പച്ചടിയൊക്കെ നല്ല കോമ്പിനേഷൻസ് ആണ്. ഇതൊരു ഇപ്പോൾ 2-3 മിനിറ്റ് ഇതിൻ്റെ ആ നാളികേരത്തിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് പച്ചമുളക് പോയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ വേവിച്ചു. ഇതിലോട്ട് നമ്മൾ ജസ്റ്റ് വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കട്ടകൾ ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് ചെയ്യുന്നത്. ഒരിക്കലും മോരായിട്ട് ആഡ് ചെയ്യാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മളുടെ ജസ്റ്റ് ചെറിയ ജാറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ടയൊക്കെ ഒന്ന് ഉടയും. കണ്ടോ, ഇതുപോലെ നല്ല ഇത്രയും വെള്ളം പാടുള്ളൂ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇലയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പരന്നു പോകും. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ. ഇത് കണ്ടോ, നമ്മുടെ നല്ല പിങ്ക് ഷെയ്ഡായിട്ടുണ്ട്. അതാണ് ആ ബീട്രൂട്ടിൻ്റെ ഗുണം. ബീട്രൂട്ട് നല്ലതാണെങ്കിൽ നമ്മുടെ പച്ചടി നന്നായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിപ്പോൾ ജസ്റ്റ് ചൂടായാൽ മാത്രം മതി, ബോയിൽ ആവേണ്ട ആവശ്യമില്ല. കാരണം തൈര് ഒഴിച്ചിട്ടുള്ളതായതുകൊണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാണ്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം, അല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല പുളിയും അല്പം ഉപ്പ് കുറവുണ്ട്, അതിൽ ഇച്ചിരി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ആദ്യം ഒരുപാട് ഉപ്പ് ഇടരുത്. നമ്മളെപ്പോഴും കുറച്ച് ഉപ്പിന് ശേഷം, ഉപ്പ് വേണമെങ്കിൽ എപ്പോഴാണെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കഷ്ടപ്പാട് കുറച്ച് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇനി ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് പിന്നെ ഒരു സീക്രട്ട് പറയട്ടെ, എന്നെ എല്ലാവരും തല്ലും. ഇതിനൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാര, എൻ്റെ ട്രേഡ് മാർക്കാണ്. അത് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇഷ്ടമാണെങ്കിൽ വേണ്ടിയിട്ടാ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു നിർബന്ധമില്ല, ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം, പറഞ്ഞത് കേട്ടില്ലാന്ന് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് താളിച്ച് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടി ഒരു സോസ് പാൻ വയ്ക്കുക. പിന്നെ ചില റെസിപ്പീസ് പറയുമ്പോണ്ടല്ലോ, ചില കാര്യങ്ങൾ വിഴുങ്ങും, ചില ടിപ്സുകൾ. ഇപ്പം നമ്മൾ അവരുടെ ഡിഷ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചില കാര്യങ്ങൾ നമ്മളോട് പറയില്ല, അവരുടെ ട്രേഡ് മാർക്കായിട്ടുള്ള ചില കാര്യങ്ങൾ പറയില്ല. അതാണ് അതിൻ്റെ സംഭവം. പക്ഷെ ഞാനെല്ലാം പറയുന്നുണ്ട് കേട്ടോ. മിക്ക ഡിഷിലും നോൺ വെജിൽ ഇടില്ല. അതേസമയം വെജിറ്റേറിയൻസിൻ്റെ ഒരു വിധത്തിലൊക്കെ എൻ്റെ ഒരു നുള്ളു പഞ്ചസാര പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അതേസമയം എനിക്ക് സ്വീറ്റ്സ്, കേക്ക്, ലഡു അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ ഇതിൽ ഞാൻ ഒരു നുള്ളു പഞ്ചസാര ഇടാം. അതൊരു പക്ഷേ ടേസ്റ്റ് കൂട്ടി കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വറ്റൽമുളകൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഉള്ളിലത്തെ മുളകിൻ്റെ അരി കളഞ്ഞിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ നമ്മൾ കറിയിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എരിവ് കൂടും. അപ്പോൾ ഇതിൻ്റെ അരി ആണ് അതിൻ്റെ എരിവ് കൂട്ടുന്ന സാധനം. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അരി കളഞ്ഞതിന് ശേഷം ഈ താളിച്ചിടുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇതിലോട്ട് ഇനി എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ മുളകിൻ്റെ 2 സൈഡും റോസ്റ്റ് ആവില്ല. ഇനി ഇതിലോട്ട് കറിവേപ്പില, നമ്മുടെ പച്ചടി വയ്ക്കുക, ഓഫ് ചെയ്യുക, എന്നിട്ട് അതിലോട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇതിൽ വീണ്ടും കുറച്ചും കൂടെ ഇതിലിട്ടതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണമെങ്കിൽ ഇതിൻ്റെ നല്ല കടുകിൻ്റെയും വറുത്തതിൻ്റെ മണം ഈ കറിയിലോട്ട് നന്നായിട്ട് വ്യാപിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു നുള്ളു പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. അത് പ്യൂർലി ഓപ്ഷനിലാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് വിളമ്പാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
എന്തെങ്കിലും സജഷൻസോ കമന്റ്സോ ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക റെസിപ്പി വിഷുവിന് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയുക. അപ്പൊ എനിക്ക് അറിയാവുന്ന റെസിപ്പി ആണെങ്കിൽ ഷുവർ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. വീഡിയോ ആണെങ്കിൽ വീഡിയോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് റെസിപ്പിയെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.